ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടി ആൺവേഷം കെട്ടി ജോലിക്കിറങ്ങിയ പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം. മനമെടുത്ത് ജീവനൊടുക്കാൻ തീരുമാനിച്ച കുട്ടിക്ക് രക്ഷകയായി റെയിൽവേ പോലീസ്. പീഡിപ്പിച്ച വയനാട് മീനങ്ങാട് സ്വദേശി സനോജിനെ പോക്സോ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദര തുല്യം സ്നേഹിച്ച യുവാവാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞും ആൺവേഷം കെട്ടിയ അവൾക്ക് ജോലി കൊടുത്തും ഈ ലോറി ഡ്രൈവർ. വാതിൽപ്പടിയിൽ കുട്ടിയുടെ അസ്വാഭാവികമായ യാത്ര ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാരനാണ് സംഭവങ്ങളുടെ ചുരുളഴിച്ചത്. ജീവിതം അവസാനിപ്പിക്കാനെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു അവന്റെ വേഷം കെട്ടി അവൾ. ആൺകുട്ടിയാണെന്ന് കരുതിയാണ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അവളുടെ കഥ റെയിൽവേ പോലീസ് കേട്ടു. അച്ഛൻ ചെറുതിലെ മരിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള അമ്മ മാത്രമാണുള്ളത്. ബന്ധുവീട്ടിൽ താൻ ഒരിക്കലും സുരക്ഷിതയായി ഇരിക്കില്ലെന്ന തിരിച്ചറിവാണ് ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെടാൻ കാരണം. പെൺകുട്ടിയായ താൻ ഈ ലോകത്ത് ആക്രമിക്കപ്പെട്ടേക്കാമെന്ന അവളുടെ മുൻവിധി അവളെ വേഷം മാറ്റി. അങ്ങനെ നടപ്പിലും എടുപ്പിലും എല്ലാം അവൾ അവനായി. അങ്ങനെ സഹോദരതുല്യനായി കരുതിയ ലോറി ഡ്രൈവർ സനോജിനൊപ്പം ചേർന്നു. താനൊരു പെൺകുട്ടിയാണെന്ന് അറിയുന്നത് സനോജിന് മാത്രമായിരുന്നു. അയാളെ അവൾ വല്ലാതെ വിശ്വസിച്ചു. പക്ഷേ അയാളുടെ തനിനിറം പുറത്തറിയിക്കാൻ അധിക നേരം വൈകേണ്ടി വന്നില്ല. ജൂൺ 2-നാണ് സനോജിന്റെ മിനി ലോറിയിൽ ക്ലീനറായി ജോലിക്ക് കയറിയത്. വയനാട് നിന്ന് യാത്ര തുടങ്ങി. കോഴിക്കോട് വണ്ടി നിർത്തിയപ്പോൾ സനോജ് ലോഡ്ജിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയോടി. പിന്നീട് സംസാരിച്ച് ഒത്തുതീർപ്പായി. എന്നാൽ ലോറി കോട്ടയത്തെത്തിയപ്പോൾ ഇയാൾ വീണ്ടും പീഡിപ്പിച്ചു. പിന്നെ അവിടെ നിന്നില്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ആദ്യം കണ്ട തീവണ്ടിയിൽ കയറി. വണ്ടിയിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ആലോചിച്ചു. പോലീസുകാരൻ റെയിൽവേ പോലീസ് SHO അനിൽ മാത്യുവിനെ വിവരമറിയിച്ചു. പെൺകുട്ടിയെ തൃശൂരിലിറക്കി. വൈദ്യപരിശോധനയിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി. പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.